ഹായ്, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എന്തൊക്കെയാണ് കുക്ക് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടാലോ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇന്ന് രാവിലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. സേമിയ ഉപ്പുമ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാനും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല. അതിനെ വേവിക്കാനുള്ളൊരു ട്രിക്ക് മാത്രം ഞാൻ പറഞ്ഞു തരാം. സേമിയ കുഴഞ്ഞു പോവാതെയും ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കാതെയും ഉണ്ടാക്കാനുള്ളൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് 1 കപ്പ് സേമിയയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് നമ്മളെല്ലാവരും ചേർക്കാറുള്ളത്. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് സേമിയ ചേർത്ത് കൊടുത്ത ശേഷം കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം നമ്മളതിനെ വേവിച്ചെടുക്കാനായിട്ട്. കുറഞ്ഞ തീയിലിട്ടിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരുന്ന സമയത്ത് നമുക്കൊന്ന് അടപ്പ് കൊണ്ടൊന്ന് അടച്ച ശേഷം സ്റ്റവ് ഓഫാക്കിയിട്ട് 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ നിങ്ങൾക്കും കിട്ടും ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമ. ഇനി നമുക്കതിനെ ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ചൂട് ചായയും കൂടി കിട്ടിയാലോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയല്ലേ. ഇനി ഞാനിത് ചൂടോടെ തന്നെ ഒന്ന് കഴിച്ചോട്ടെ. അടുത്തത് നമുക്ക് ലഞ്ച് ബോക്സിന് എന്തൊക്കെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. ചപ്പാത്തിയാണ് ഞാനിന്ന് ലഞ്ച് ബോക്സിനായിട്ട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ആലു മട്ടറും കൂടിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ആലു മട്ടറിൻ്റെ കറി ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഞാനിതൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉച്ചക്കലേക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരു പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് സവോള പൊടിയായി അരിഞ്ഞത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി സവോളയൊക്കെ ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. സവോളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ചതച്ച മുളകാണ് കേട്ടോ. ചില്ലി ഫ്ലേക്സ് ആയാലും മതി. അത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. പിന്നെ നമ്മളുടെ കൈ കൊണ്ട് ഒരു പിടി തേങ്ങ തിരുമിയതും കൂടി നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഒരു ചീരയാണ് കേട്ടോ. പച്ചച്ചീരയോ ചുമന്ന ചീരയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീരകൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അടപ്പ് കൊണ്ട് അടച്ച ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് ചൂടായി വരട്ടെ. 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ ഇതാ നമ്മളുടെ ചീരയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത ചീരയിൽ നിന്ന് പകുതി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. അതിൻ്റെ മസാലയൊക്കെ മുകളിലേക്ക് ആക്കിയിട്ട് ചീരയും മസാലയും നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് അതിൽ ഉപ്പോ എരിവോ പോരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. അടപ്പ് കൊണ്ട് അടച്ച ശേഷം 2 മിനിറ്റ് കൂടെ നമുക്കിതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചീരത്തോരനോട് റെഡി ആയിട്ടുണ്ട്. ഇനി അടിയിലേക്ക് ചിലപ്പോൾ അല്പം വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് നമുക്കൊന്ന് വറ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചോറിൽ ഒഴിച്ചുണ്ണാനായിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് രസമാണ് കേട്ടോ. തക്കാളിയും പരിപ്പും ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു രസമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് ഊണ് കഴിച്ചാലോ. ചോറും രസവും ചീരത്തോരനും ഒക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലഞ്ചാണ് കേട്ടോ ഇത്.
അങ്ങനെ ഈ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് 2 മണിക്കൂർ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ ശേഷം വൈകുന്നേരത്തിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തീൻ്റെ റെസിപ്പിയാണ്, റാഗി സ്മൂത്തി. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്